السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ്വ അപരാധങ്ങളും കാരുണ്യവാനായ പടച്ച റബ്ബ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ കാരുണ്യവാനായ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ടോ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. 390 ദിവസങ്ങളായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രതിഫലങ്ങൾ കണ്ടു മരിക്കാൻ കാരുണ്യവാനായ പടച്ച റബ്ബ് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് അൻ സൗബാനിൻ മൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ആദ മരീലൻ ലം യസൽ ഫീ ഖുർഫത്തിൽ ജന്ന ഖീല യാ റസൂലല്ലാഹ് വമാ ഖുർഫത്തുൽ ജന്നതി ഖാല ജനാഹാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോചിപ്പിക്കപ്പെട്ട അടിമയായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ രോഗിയെ സന്ദർശിച്ചാൽ അവൻ സ്വർഗത്തിൻ്റെ ഖുറഫായിലായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൻ്റെ ഖുറഫ എന്താണെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് അവിടെ നിന്ന് ചോദിക്കുകയാ, എന്താണ് നബിയെ ഖുറഫ, സ്വർഗത്തിലെ ഖുറഫ എന്ന് പറഞ്ഞാൽ എന്താ? ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, സ്വർഗത്തിലെ പറിക്കപ്പെട്ട പഴങ്ങളാണ് ഈ ഖുറഫ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രതിഫലം ലഭിക്കുന്നത് ആർക്കാണ്? എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഒന്ന് സന്ദർശനം നടത്തുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലമാണ് ഈ ഹദീസിലൂടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ, അത്രയും പ്രതിഫലമുള്ള കാര്യമാണ്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ആദ മരീലൻ ഔ സാറ അഖല്ലഹു ഫില്ലാഹ് നാദാഹു മുനാദിൻ അൻ തിബ്ത വത്വാബ മംശൂക മിനൽ ജന്നത്തി മൻസില. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിക്കുകയോ തൻ്റെ മുസ്ലിമായ സഹോദരനെ കാണുന്നതിന് വേണ്ടി പോകുകയോ ചെയ്താൽ ഒരു മലക്ക് ഇപ്രകാരം വിളിച്ചു പറയും, നീ അനുഗ്രഹീതനായിരിക്കുന്നു, നിന്റെ നടത്തം അനുഗ്രഹീതമായിരിക്കുന്നു, സ്വർഗത്തിൽ നീ താവളം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് മലക്ക് വിളിച്ചു പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളി നമസ്കരിക്കാൻ പോകുന്നതിൻ്റെ പ്രതിഫലമല്ല, അല്ലെങ്കിൽ മറ്റൊരാളെ സഹായിക്കുന്നതിന് വേണ്ടി പോകുന്നതിൻ്റെയല്ല, ഹജ്ജിൻ്റെയോ ഒന്നിൻ്റെയും പ്രതിഫലമല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, രോഗം പിടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ പോവുക, അല്ലെങ്കിൽ ഒരു മുസ്ലിമായ സഹോദരനെ സന്ദർശിക്കാൻ പോകുക, ഇങ്ങനെ പോകുന്നതിലൂടെ അള്ളാഹുവിൻ്റെ മലക്കുകൾ വിളിച്ചു പറയുന്നു, നീ അനുഗ്രഹീതനായിരിക്കുന്നു, നിന്റെ നടത്തവും അങ്ങനെ എല്ലാം നന്നായിരിക്കുന്നു, അൽഹംദുലില്ലാ. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, നീ സ്വർഗത്തിൽ നീ ഒരു താവളം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു, നിനക്ക് താമസിക്കാനുള്ള ഒരു ഭവനം അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ നീ തയ്യാറായി കഴിഞ്ഞു എന്ന് മലക്കുകൾ വിളിച്ചു പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തവല്ലഅ ഫഹസനൽ ഉളൂഅ വആദ അഖൽ മുസ്ലിമ മുഹ്തസിബൻ ബുഇദ മിൻ ജഹന്നമി മസീറത 70 ഖരീഫ. قلت يا أبا همسا وما خريف وما الخريف قال العام. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ആരെങ്കിലും നല്ല നിലയിൽ ഉളൂഅ് ചെയ്യുകയും പിന്നീട് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലത്തെ മാത്രം ലക്ഷ്യമാക്കി തൻ്റെ മുസ്ലിമായ ഒരു സഹോദരനെ സന്ദർശിക്കുകയും ചെയ്താൽ നരകത്തിൽ നിന്ന് 70 ഖരീഫ് അവനെ ദൂരമാക്കപ്പെടുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും
കരസ്ഥമാക്കിയിട്ട് രോഗം പിടിച്ച് കിടക്കുന്ന ഒരു മുസ്ലിമായ സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരി ആ രോഗിയായി കിടക്കുന്ന ഒരാളെ സന്ദർശിക്കുന്നതിന് വേണ്ടി പോകുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നരകത്തിൽ നിന്ന് 70 ഖരീഫോളം ദൂരം നരകത്തിൽ നിന്ന് അള്ളാഹു ദൂരമാക്കപ്പെടുന്നതാ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ സാബിത്ത് ബിൻ ബനാ റഹ്മത്തുള്ളാഹി പറയുന്നു, ഞാൻ അനസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്നു, ഓ അബൂ ഹംസ, ഖരീഫ് എന്താണ്? മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു, 1 വർഷത്തെ വഴിദൂരം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1 വർഷത്തെ വഴിദൂരം നരകത്തിന്റെ തീയിൽ നിന്ന് അള്ളാഹു ആ മനുഷ്യനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് ഹദീസുകൾ പഠിപ്പിക്കുമ്പോൾ അത്രയും വലിയ മഹത്വവും സ്ഥാനവും പ്രതിഫലവും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സൽക്കർമ്മമാണ് രോഗസന്ദർശനം നടത്തുക, കുടുംബ സന്ദർശനം നടത്തുക. പക്ഷെ നമ്മളിലധികം പേരും അത് ചെയ്യാറില്ല. നമുക്കതിന്റെ ഗൗരവവും മഹത്വവും അതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയോ ഓർക്കുകയോ ചെയ്യാറില്ല. അത് വെറും നിസ്സാരമായി നാം തള്ളിക്കളയുന്നു. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കൂടെ പഠിച്ചവർ പലരും രോഗികളായി കിടക്കുമ്പോൾ അവരുടെ വീടിന്റെ മുന്നിലൂടെ പോയാലും ഒന്ന് കേറാൻ മനസ്സ് കാണിക്കാത്ത ഒരു സാഹചര്യം. ഈ കൊറോണ ആണെങ്കിലും ഒന്ന് വിളിച്ചെങ്കിലും ഒന്ന് രോഗ വിവരങ്ങൾ അന്വേഷിക്കാനുള്ള മനസ്സുപോലും നമ്മളിൽ പലർക്കും ഇല്ലാതെ പോകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബങ്ങളിൽ രോഗികളായി കിടക്കുന്ന എല്ലാവർക്കും അള്ളാഹു പരിപൂർണ ശിഫാ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായി അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാരുണ്യവാനായ പടച്ചുറപ്പ് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സമ്പാദിച്ചത് മുഴുവൻ വെച്ച് ചികിത്സിച്ചാലും മാറാത്ത മാരക രോഗങ്ങൾ, കിടന്ന കിടപ്പിൽ കിടന്ന മലമൂത്ര വിസർജനം നടത്തേണ്ടി വരുന്ന രോഗങ്ങൾ, അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആരെല്ലാം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ടോ അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഒരു വർഷം കഴിഞ്ഞു നമ്മുടെ ക്ലാസ് നിത്യമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അള്ളാഹു മരിക്കുന്ന സമയം നന്നാക്കി കൊടുക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ദുആയിൽ ഈ സാധുവായി എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ മറക്കാതെ ഉൾപ്പെടുത്തണം, ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഞാനും മറക്കാതെ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന വസിയ്യത്തോടെ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.